ഹലോ, ഇന്നൊരു വീഡിയോ ഇടണമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. പക്ഷേ എനിക്ക് നിരന്തരമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ്ലി എനിക്ക് വരുന്ന ക്വയറീസാണ് ബിസിനസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. സത്യത്തിൽ അതിനെനിക്ക് ആൻസർ ചെയ്യാൻ ആയിട്ടുള്ളത്, നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഗൈഡ് ലൈൻസാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ഞാൻ ബിസിനസ്സിൽ ഫോക്കസ്ഡ് ആയൊരു പേഴ്സൺ അല്ല. ഞാൻ ബിസിനസ്സല്ല എൻ്റെ ജീവിതമാർഗം, അതാണ് ആദ്യമായി. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് ലാഭവും അതൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യമാണ് എന്താ പറയുക, പെട്ടെന്ന് പറഞ്ഞു, യൂട്യൂബും എൻ്റെ ജീവിതമാർഗ്ഗമല്ല. ഞാൻ യൂട്യൂബ് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയേ അല്ല. യൂട്യൂബും എൻ്റെ ജീവിതമാർഗ്ഗമല്ല. ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം യൂട്യൂബിലൂടെ. ഞാൻ ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങളും പരിഭവങ്ങളും യൂട്യൂബിലൂടെയും പറയാറില്ല. സോ ഇതിൽ രണ്ടിലും എനിക്ക് പറയാനുള്ളത്, എന്നോട് കുറേ പേര് ഗൈഡ് ലൈൻസ് ചോദിക്കുകയാണ്. ഞാൻ അതിൽ ഫോക്കസ്ഡ് അല്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പാക്കിംഗ് മെറ്റീരിയലൊക്കെ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ആമസോണിലൊക്കെ അത്യാവശ്യം റേറ്റിനാണ് പാക്കിംഗ് മെറ്റീരിയൽ ഉള്ളത്. സോ നമുക്ക് വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടും അല്ല ഞാനിത് ചെയ്യുന്നത്. ഞാൻ വളരെ ഇപ്പം എനിക്ക് നിർത്തണം എന്ന് തോന്നിയാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും അത് നിർത്തും. അങ്ങനെയാണ് ഇതൊരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയിരിക്കുന്നത്. ലൈഫ് ലോങ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല ബിസിനസ് എന്ന് പറയുന്നതും. അതുപോലെ തന്നെയാണ് യൂട്യൂബ് ആയാലും ശരി. ഇത് ചെയ്യുന്ന കുറേയധികം വ്യക്തികളുണ്ട് കേട്ടോ. യൂട്യൂബൊക്കെ ഏകദേശം 8-9 വർഷത്തോളമായിട്ട് പാഷനേറ്റായി കൊണ്ട് നടക്കുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. ഒക്കെ അറിയാം, മലയാളത്തിൽ ഒരുപാട് പേരുണ്ട്. പ്രൊഡക്റ്റ് പ്രൊമോഷൻ, അവരോരോ സാധനത്തിന് ഞാൻ ഇന്നേ വരെ ഒരു പ്രൊഡക്റ്റ് പോലും എൻ്റെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. ഇന്ന് എൻ്റെ ഒരു അറിവിൽ O/OC ആണ് ഇതിനെല്ലാം കാരണം. അങ്ങനെയല്ല, നല്ല രീതിയിലാണ് ആളിപ്പോൾ ഒരു അമ്മയായി. സോ കൺഗ്രാജുലേഷൻ, എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ. സോ O/OC ആൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിൻ്റെ പ്രോഫിറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ TV-യിലൊക്കെ വന്ന ശേഷമാണ് ഇന്ന് എല്ലാവരും ഈ ഒരു ബിസിനസ്സിലേക്ക് എവിടെ നോക്കിയാലും ഇപ്പോൾ ഈ ഒരു ബിസിനസ്സാണ്. അത്രത്തോളം എത്തിയെങ്കിൽ അത് ആളുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. കാരണം അതിൽ പാഷനേറ്റാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിലാണ് പാഷനേറ്റ്, അതിലാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുക. നമ്മളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനൊരു ഡാൻസാണ് എൻ്റെ ജീവിത മാർഗം. അത് കളിയാക്കിയ കുറേ പേരുണ്ട് കേട്ടോ. ഈവൻ അഖിലേട്ടൻ ഫിസിക്സ് ടീച്ചറാണ്. സോ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ, അഖിലേട്ടൻ്റെ കൂടെ പോകുമ്പോൾ, അഖിലേട്ടൻ്റെ ഇങ്ങനെ പോകുന്ന സമയത്ത്, തനിക്ക് ജോലിയൊന്നും ഇല്ലല്ലേ, ഡാൻസാണോ, വേറെ ജോലി നോക്കിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ. അഖിലേട്ടൻ ടീച്ചറായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ടീച്ചറാവാൻ പറ്റുമോ? അഖിലേട്ടനെ ഞാൻ ഭരതനാട്യം പഠിപ്പിച്ച അഖിലേട്ടൻ ഡാൻസ് കളിക്കുമോ? ഇല്ല, അഖിലേട്ടന് ആ കഴിവില്ല. അതുപോലെ എൻ്റെ കഴിവ് എന്താണോ അത് ഉപയോഗിക്കുകയാണ് ഞാൻ ഒരിക്കലും എനിക്ക് സ്ട്രെസ്സാണ്. ഇപ്പോൾ ജ്വല്ലറി എന്ന് പറയുന്നൊരു മേഖല കോമ്പറ്റീഷൻ ഫീൽഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജ്വല്ലറി ആയിക്കോട്ടെ, ഡ്രസ്സായിക്കോട്ടെ, എനി അതർ തിങ്സ്, അത് കോമ്പറ്റീഷനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞിട്ട് എനിക്ക് അവരെക്കാട്ടിലും മുന്നിലെത്തിയേ പറ്റുള്ളൂ, ഞാൻ അതിനു വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരാളേ അല്ല ഞാൻ. ഇപ്പം എനിക്കത് ഒരുപാട് സ്ട്രെസ്സായാൽ ഞാൻ അവിടെ നിർത്തും. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ എൻ്റെ അടുത്ത് ഗൈഡ് ലൈൻസ് ചോദിച്ചുകൊണ്ട് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. എന്നെക്കാട്ടിലും കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരോട് പോയി ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, കാരണം എൻ്റെ ഇതൊക്കെ പാക്കിംഗ് മെറ്റീരിയലിന് പോകുന്നൊരു ചാർജ് ഉണ്ട്. സോ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതൊക്കെ നമ്മൾ ചോദിക്കേണ്ടത് എന്നെക്കാട്ടിലും കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്ന ആൾക്കാരോടാണ് എന്നാണ് പറയുക. കാരണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ എന്തിനു ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഡാൻസറാണ്. സോ ഞാൻ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ്, ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ്, ഇതൊക്കെ ഞാൻ ഓഫ്ലൈനായിട്ട് സെയിൽ ചെയ്തിരുന്നു. പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാനിത് ജസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട ജ്വല്ലറീസാണ് എടുക്കുന്നത്. ഞാൻ വേറെ ആരെയും ഇൻസ്പയേർഡായിട്ട് ജ്വല്ലറീസ് എടുക്കാറില്ല. എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനും ഇടും. ചിലപ്പോൾ എനിക്കൊന്ന് വാങ്ങുന്ന കൂട്ടത്തിൽ ഞാൻ ചിലപ്പോൾ 2 എണ്ണം വാങ്ങിക്കും. അങ്ങനെയാണ് എൻ്റെ കാര്യം. പിന്നെ എനിക്കിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യും. ഞാനിതിപ്പോൾ ചെയ്യുന്നത് ഒരു പൈസയ്ക്ക് വേണ്ടി, എനിക്ക് പൈസ ഉണ്ടാക്കണം അങ്ങനെ ഒരു ലക്ഷ്യമേ അല്ല. എൻ്റെ പറഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയിട്ട് വേണം. എനിക്ക് കിട്ടുന്ന എക്സ്ട്രാ ടൈമാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിൽ ഫുള്ളി ഫോക്കസ്ഡ് അല്ല. എനിക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് എൻ്റെ ഡാൻസ് തന്നെയാണ്. അതുകൊണ്ട് എന്നോട് ഇത് ചോദിച്ചാൽ എനിക്കതിന് കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. കുറേയധികം ചാനലിൽ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നുണ്ട്. സോ ആ ചാനലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്തത്,
ഞാൻ ബ്രൈഡൽ മേക്കപ്പ് പഠിച്ചിരുന്നു. 35,000 രൂപ കൊടുത്തിട്ടാണ് മേക്കപ്പ് പഠിച്ചത്. അന്ന് അവിടെ പഠിക്കാൻ വന്ന ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ബ്രൈഡൽ മേക്കപ്പിലായതുകൊണ്ടും പിന്നെ എനിക്ക് എൻ്റെ മുഖത്ത് മേക്കപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയി. കാരണം ഞാൻ എല്ലാവരുടെയും കണ്ട് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആണ് ഞാൻ 35,000 കൊടുത്തിട്ട്. ആ ഒരു കാലഘട്ടം എന്തായിരുന്നു, ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഒരു ഇതായിരുന്നു, കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ബ്രൈഡൽ മേക്കപ്പ് പോയി പഠിച്ചു 35,000 രൂപ കൊടുത്തിട്ട്. പക്ഷെ ഞാൻ അതിൽ ഖേദിക്കുന്നില്ല. കാരണം ഞാൻ എന്നിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. എനിക്കിപ്പോൾ നന്നായി മേക്കപ്പ് ചെയ്യാനറിയാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനറിയാം, ഹെയറിൻ്റെ തിങ്സൊക്കെ ഞാൻ പഠിച്ചത്. സ്വന്തമായിട്ട് ഹെയർ ക്രിംപ് ചെയ്യാനറിയാം, കേൾ ചെയ്യാനറിയാം, സ്ട്രൈറ്റൻ ചെയ്യാനറിയാം. സോ എൻ്റെ പേഴ്സണൽ യൂസിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പക്ഷേ അത് ഞാൻ എല്ലാവരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം അതിൻ്റെ ചുറ്റുമുള്ളവരൊക്കെ മേക്കപ്പിൽ വന്നവർ. അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് ഞാൻ വെറുതെയാണ് പഠിക്കാൻ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു 35,000 കൊടുത്തിട്ട് വെറുതെ, നിനക്ക് വല്ല വട്ടുണ്ടോ? അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും തുടങ്ങാം മേക്കപ്പ് എന്ന്. അങ്ങനെ ഞാൻ രണ്ട് പേരെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് വേണ്ടാന്ന് തോന്നിയാൽ സ്റ്റോപ്പ് ചെയ്യും ഞാനവിടെ. എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഡാൻസാണ് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഡാൻസ് എന്താ പറയുക, അന്നത്തെ ദിവസം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയിട്ട് സത്യം പറഞ്ഞാൽ ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത് നിന്നിട്ടാണ് അവർ ചെയ്യുക. അവരുടെ കാലൊക്കെ സത്യം പറഞ്ഞാൽ അവർ പൊട്ട മേക്കപ്പ് ആയിക്കോട്ടെ നല്ല മേക്കപ്പ് ആയിക്കോട്ടെ അവരതിന് ടൈമും അതുപോലെ തന്നെ അവരുടെ എനർജിയും അതിന് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ മേക്കപ്പിലല്ല കാര്യം, അവരുടെ എഫേർട്ടിലാണ്. സോ ഞാൻ അങ്ങനെ പോയി ചെയ്തിട്ട് എനിക്ക് 2 ദിവസത്തോളം ഡാൻസ് ക്ലാസ്സസ് മാറ്റി വെക്കേണ്ടി വന്നു. കാലിൽ നീര് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെനിക്ക് പറ്റിയൊരു കാര്യമല്ല. പിന്നെ രാവിലെ നേരത്തെ എണീച്ച് നമ്മൾ ഫുഡ് കഴിക്കാതെ, എനിക്കൊക്കെ ആണെങ്കിൽ മോഷൻ സിക്നെസ് വേറെ ഉണ്ട്. ഈ രാവിലെ നേരത്തെ എനിക്ക് ഒരാളുടെ വീട്ടിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. സോ ദാറ്റ് ഈസ് നോട്ട് മൈ പാഷൻ. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് എൻ്റെ ഡാൻസ് മാത്രമാണ്. അപ്പോൾ ഞാനിത് കുറേ പേരെടുത്തു നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഞാൻ അഖിലേട്ടനെ ധിക്കരിച്ചിട്ട്, അഖിലേട്ടനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ബ്രൈഡൽ മേക്കപ്പിൽ. സോ അഖിലേട്ടനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ വേറൊരു ഇതിലേക്ക് പോയത്, മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയത്. സോ പിന്നീട് ഞാൻ മനസ്സിലാക്കിയില്ല ഇത് എൻ്റെ ലൈഫിൽ. അഖിലേട്ടൻ പറഞ്ഞു ഈ ഒരു എമൗണ്ട് വേസ്റ്റ് ആക്കിയതിൽ സങ്കടമേ ഇല്ല. കാരണം ഞാൻ എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണ്, മറ്റൊരാൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതല്ല, എൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് ആ എമൗണ്ടിൽ ഞാൻ ഖേദിക്കുന്നില്ല. പക്ഷെ അതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെയാണ്, ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, അതുപോലെ തന്നെയാണ് നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് വാട്ട് ഈസ് അവർ പാഷൻ, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്. നമ്മുടെ ഇഷ്ടങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഡാൻസ് എന്ന് പറയണു, ഇപ്പം ഞാൻ അധികം ഡാൻസ് കുറച്ച് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്കിപ്പോൾ ഡാൻസും യൂട്യൂബും എന്ന് വരികയാണെങ്കിൽ ഞാൻ ഡാൻസ് തന്നെ എടുക്കും. ചില സമയങ്ങളിൽ വീഡിയോ കാണാറില്ല അല്ലേ, കാരണം ചിലപ്പോൾ ഡാൻസ് ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഡെയിലി ഒന്നും ചിലപ്പോൾ വരാത്തത്. സോ ഞാൻ ഡാൻസ് തന്നെയാണ് ചൂസ് ചെയ്യുക. ഇപ്പം അധികം ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നില്ല എന്നേ ഉള്ളൂ. ചെറുപ്പം മുതൽ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നവരെ എൻ്റെ വീട്ടുകാർ പഠിപ്പിച്ച് അതെൻ്റെ കയ്യിലെത്തിച്ചു. അത് എന്നിൽ ഇഷ്ടം ജനിപ്പിച്ചു. അപ്പോൾ ഞാനതിൽ ഇഷ്ടത്തിൽ പോകുന്നുണ്ട്. ചിലവരൊക്കെ ഭയങ്കര പുച്ഛം വാരി വെതറും കേട്ടോ. കാരണം നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നതും ഡാൻസിൽ കണ്ണിളകണം, കൈയിളകണം, ഇളകണം, ബോഡി അനങ്ങണം, എല്ലാം ചലിക്കണം. അപ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. ഞാൻ ജസ്റ്റ് നോട്ട് ദ പോയിൻ്റ് പോലെ പറഞ്ഞതാണ്. എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. പക്ഷേ നമുക്കത് ഇഷ്ടമായതുകൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ചെയ്യുന്നത്. സോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് കഷ്ടപ്പാടായിട്ട് തോന്നില്ല. അതുപോലെ ഒരു നഷ്ടം വന്നപ്പോൾ ഡാൻസിന് സ്റ്റുഡൻസേ ഇല്ലെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ച് ഹാപ്പി ആവും. സോ അതെന്താണ്, നമുക്കതിൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. സോ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ പാഷൻ, എന്താണ് നമുക്ക് ദൈവം തന്ന ഒരു കഴിവ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും വീഡിയോസും ഇതൊക്കെ ഇട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു സാധനം ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം അത് നമ്മളെ ഒരിക്കലും വിജയത്തിലേക്ക് എത്തിക്കില്ല. വാട്ട് ഈസ് അവർ പാഷൻ, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത്. പിന്നെ നമ്മൾ
നമ്മളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, വേറൊരു സാധനത്തിലല്ല. ഞാൻ ഒരു ഡാൻസറാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ വലിയ ടോപ്പ് ലെവൽ ഡാൻസറല്ല. പക്ഷെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ പഠിച്ചൊരു കാര്യം എൻ്റെ സ്റ്റുഡൻസിന് വളരെ അടിപൊളിയായിട്ടാണ് ഞാൻ പഠിപ്പിച്ചു. ഞാൻ എന്നെ പുകഴ്ത്തുമല്ല. എൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ അങ്ങനെ എൻ്റെ മാക്സിമം കൊടുത്തിട്ടാണ് ഞാൻ അവരെ പഠിപ്പിക്കാറ്. അതുപോലെ ടൈമിന് വാല്യൂ ചെയ്യുന്നൊരു പേഴ്സണാണ് ഞാൻ. അവർ ഒരു 10 മണിക്കാ ടൈം പറഞ്ഞെങ്കിൽ ഞാൻ 9:45 ഓൺലൈനിൽ കയറിയിട്ടുണ്ടാവും. സോ ഞാൻ ടൈമിന്, അവരുടെ ടൈമിനും അവർ കയറുന്ന സമയം ഞാൻ ഉണ്ടാകണം. അങ്ങനെ എഫേർട്ട് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയേണ്ട ഒരൊറ്റ കാര്യം, നമ്മൾ ആരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ അതിലേക്ക് പോവരുത്. അത് ഏതൊരു കാര്യമാണെങ്കിലും. കാരണം എനിക്ക് അതിൻ്റെ ഒരു നഷ്ടം ഞാൻ എക്സാമ്പിളായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ട് പോവരുത്. നമുക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ ചെയ്യണം. മണി ഡസൻറ്റ് മാറ്റർ. നമുക്കിപ്പോൾ എനിക്ക് ഡാൻസിൽ നിന്ന് വലിയൊരു എമൗണ്ട് കിട്ടുന്നില്ല എങ്കിൽ പോലും ഞാൻ അതിൽ ഹാപ്പിയാണ്. കാരണം എന്താണ്, ഞാൻ ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരാളും ഇൻഫ്ലുവൻസ് ചെയ്ത് അതിൽ അവരും ചെയ്യണം നമുക്കും ചെയ്യാം അങ്ങനൊരു തോട്ട് വരരുത്. നമ്മളെ നമുക്കാണ് അറിയുക. സോ നമുക്ക് എന്താണ് ഇഷ്ടം അത് നമ്മൾ ചെയ്യും. ഞാൻ നോക്കിയത് ഇനിയിപ്പോൾ ഇത് ഓണല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ വീണ്ടും പറയേണ്ടി വരുമെന്ന്. നമുക്ക് എന്താണ് ഇഷ്ടം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ആരുടെയും ഇൻഫ്ലുവൻസിൽ പോയി വീഴാതിരിക്കുക. നമ്മുടെ കഴിവ് കണ്ടെത്തി നമ്മളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കളരി പഠിച്ചു. ഞാൻ കളരി പഠിച്ചു. കളരി ഡാൻസിന് ഉപകാരപ്പെട്ടു. ഞാൻ ഫ്ലെക്സിബിളായി തന്നെ കളരിക്ക് പോയതാണ്. കഥകളി പഠിച്ചു. എന്തിനാണ് കഥകളി പഠിച്ചത്? കഥകളിയിലെ മുഖഭാവങ്ങളൊക്കെ എനിക്ക് മോഹിനിയാട്ടത്തിൽ ഉപകാരപ്പെടും. കഥകളി പഠിച്ചു. അങ്ങനെ ഞാൻ ആർട്സിനാണ്, കാരണം എൻ്റെ അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ കഴിവ് എന്താണോ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫുള്ളി കോൺഫിഡൻ്റ് ആണ് എന്നുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാം, മുന്നോട്ട് പോവാം. നമ്മളതിൻ്റെ ലാഭവും നഷ്ടവും നമ്മൾ വഹിക്കാൻ തയ്യാറായിരിക്കണം. ഒരിക്കലും ലാഭം മാത്രം, തുടങ്ങിയതും 1 കോടി അങ്ങനെ പ്രതീക്ഷിക്കരുത്. മുതലിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഫസ്റ്റ് നോക്കണം. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. നഷ്ടം വന്നാലും അത് ഓക്കെ എന്ന് പറഞ്ഞ് പോകാൻ പറ്റിയ മനസ്സോടുകൂടി സ്റ്റാർട്ട് ചെയ്യണം. നല്ല റിസ്ക്കാണ്, കാരണം കോമ്പറ്റീഷൻ ഫീൽഡാണ്. റിസ്ക് മാതിരി നമുക്ക് സാപ്പിട മുടിയണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലൊരിതുണ്ടാവും. തുടങ്ങണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും തുടങ്ങാം. കാല് ചെറിയൊരു പെയിൻ. ഞാനിങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കാല് പരത്തി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. കാല് വേദനിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ട്രൈപോഡ് വെച്ച് ഓക്കെ, കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. സോ ഇതൊരു റാൻഡം വീഡിയോ ആണ്. ഞാൻ ഇത് എപ്പോൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുമോ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തുടങ്ങണം എന്നുള്ളവർക്ക് തുടങ്ങാം. ലാഭവും നഷ്ടവും നമ്മൾ ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും തുടങ്ങാൻ. അതിനു മുമ്പ്, ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് 100 തവണ ആലോചിക്കുക. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, അതാലോചിച്ച് മാത്രം തുടങ്ങുക. ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസിലും വീഴാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം 1 രൂപ, ഇന്ന് 10 രൂപ, ഉപ്പിന് 10 രൂപയാണ്, 10 12 ആണ് കേട്ടോ. ഓരോ ഉപ്പിന് ഓരോ വില. അപ്പോൾ ഈ 10 രൂപയിൽ 9 രൂപ കൊണ്ട് കൊടുത്താൽ നമുക്ക് ഉപ്പ് കിട്ടില്ല. 10 രൂപയ്ക്ക് 10 രൂപ തന്നെ കൊടുക്കണം. സോ നമ്മൾ ഒരു എമൗണ്ട് ഒന്നിലേക്ക് ചിലവാക്കുന്നതിന് മുമ്പ് നമ്മുടെ ടാലൻറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമുക്ക് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഇത്രയാണ് എനിക്കിതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിരന്തരമായിട്ടുള്ള വാട്സപ്പിലുള്ള മെസ്സേജും ഇൻസ്റ്റഗ്രാമിലുള്ള മെസ്സേജൊക്കെ കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാനുള്ളൊരു കാരണം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാവേ.